ദ സോങ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ 8ാമത് നമ്മൾ നോക്കിക്കോളൂ. എന്ന് വെച്ചാൽ ഒരു പാസേജ് നിങ്ങൾ റീഡ് ചെയ്യണം. അപ്പം നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ചെറിയ പാസേജാണ്. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഓഫ് ഈച്ച് സെൻറ്റൻസ് ഇൻ ദ എബോ പാരഗ്രാഫ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പം മുകളിലുള്ള സബ്ജക്റ്റുകളെല്ലാം വായിക്കണം. സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പം പേരുകൾ അതുപോലെ സംഭവങ്ങളാണ്. അക്ബർ, ഹി അതുപോലെ വേണ്ടില്ല, അതൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ സബ്ജക്റ്റിൽ ഫസ്റ്റ് അക്ബർ കൊടുത്തിട്ടുണ്ട്. അക്ബർ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് അക്ബർ സിംഗുലർ ആണ്. അടുത്ത് ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ദേ എന്ന് പറയുമ്പോൾ 2 പേര് വരും. അക്ബർ എന്ന് പറയുമ്പം ഒരാളെ വരുള്ളൂ. അത് നോക്കിക്കോളൂ. അക്ബർ സിംഗുലർ ആണ്, ഹി സിംഗുലർ ആണ്, താൻസൺ സിംഗുലർ ആണ്, ദ ഗുരു സിംഗുലർ ആണ്, സൻഹരിത സിംഗുലർ ആണ്, മെലഡി സിംഗുലർ ആണ്, ദേ പ്ലൂറലാണ്, താൻസൺ ആൻഡ് ദ എംപറർ ഇത് രണ്ടും എന്താണ് പ്ലൂറലാണ്. അടുത്തതിൽ സി നോക്കിക്കോളൂ. നൗ ഐഡൻറ്റിഫൈ ദ വെർബ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂറൽ. ഈ പാസേജിലുള്ള വെർബുകൾ വായിച്ച് നോക്കിയിട്ട് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇതിന് എളുപ്പ വഴി എന്ന് വെച്ചാൽ സിംഗുലർ വെർബുകളിൽ എസ് കാണും, പ്ലൂറലിൽ എസ് കാണില്ല. അപ്പം നോക്കിക്കോളൂ. ലിസൺസിൽ എസ് ഉണ്ട്, സിംഗുലർ ആയതുകൊണ്ടാണ് ലിസൺസിൽ എസ് ഉള്ളത്. ഓക്കെ. അടുത്ത പ്ലൂറൽ നോക്കിക്കോളൂ. ഗോ, ഫൈൻഡ്, ഇതിൽ എസ്സുകളില്ല, അതുകൊണ്ട് ഇതിന് പ്ലൂറൽ എന്ന് പറയുന്നു. ഇത് നോട്ട് കൊടുത്തിട്ടുണ്ട്. സിംഗുലർ സബ്ജക്ട് ടേക്സ് സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ടേക്സ് പ്ലൂറൽ വെർബ്. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ് ആയിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ് ആയിരിക്കും. അപ്പം അക്ബർ ലിസൺസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അക്ബർ സിംഗുലർ ആണ്. ദേ ഗോ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ദേ പ്ലൂറൽ ആണ്. അതായത് ഇവിടെ നോക്കിക്കോളൂ. ലിസൺസ് സിംഗുലർ ആണ്, തിങ്സ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്, ഈസ് സിംഗുലർ ആണ്, സിങ്സ് സിംഗുലർ ആണ്, എൻഗോയ് സിംഗുലർ ആണ്, റിപ്ലൈസ് സിംഗുലർ ആണ്. വാണ്ട്സ് സിംഗുലർ ആണ്, ഗോ പ്ലൂറൽ ആണ്, റീച്ച് പ്ലൂറൽ ആണ്, ഫൈൻഡ് പ്ലൂറൽ ആണ്, റിഫ്യൂസസ് സിംഗുലർ ആണ്. സിങ്സ് സിംഗുലർ ആണ്, മേക്സ് സിംഗുലർ ആണ്, കറക്റ്റ്സ് സിംഗുലർ ആണ്, അത് കഴിഞ്ഞ് പിന്നെ സിങ്സ് വരുന്നുള്ള സിംഗുലർ ആണ്, പിന്നെ സ്പ്രെഡ്സ് വരുന്നുണ്ട്, അതും സിംഗുലർ ആണ്. അടുത്ത് നോക്കിക്കോളൂ. ഡി. റീപ്ലേസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ് വിത്ത് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ആൻഡ് റീറൈറ്റ് ദ സെന്റൻസ്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെന്റൻസ് റീറൈറ്റ് ചെയ്യുക. എക്സാമ്പിൾ ഫസ്റ്റ് നോക്കിക്കോളൂ. അക്ബർ ലിസൺസ് ടു താൻസൺ എവറി ഡേ. ഓക്കെ, ഇത് ലിസൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മാറ്റി എന്ത് ചെയ്യുക, അക്ബർ ആൻഡ് കോർട്ടിയർ എന്നാക്കണം. ആൻസർ നോക്കിക്കോളൂ. അക്ബർ ആൻഡ് കോർട്ടിയർ ലിസൺ ടു താൻസൺ എവറി ഡേ. അപ്പോൾ അക്ബർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ലിസൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അക്ബർ ആൻഡ് കോർട്ടിയേഴ്സ് വരുമ്പോൾ അത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് ലിസൺ എന്ന് വരുന്നത്. He thinks Tansen has the most wonderful voice in the whole world. ഓക്കെ, അവിടെ ദേ ആണ് ചേർക്കേണ്ടത്. ദേ ചേർക്കുമ്പം ദേ തിങ്ക് താൻസൺ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് എന്നാവുന്നു. ഓക്കെ, അപ്പം അത് അക്ബർ എൻക്വയർസ് അബൌട്ട് ദ പേഴ്സൺ. അവിടെ കോർട്ടിയേഴ്സും കൂടി ചേർക്കുമ്പോൾ കോർട്ടിയേഴ്സ് എന്ന് വെച്ചാൽ പ്ലൂറൽ ആണ്, ഒന്നിലധികം പേരുണ്ട്. കോർട്ടിയേഴ്സ് എൻക്വയർ ആകുന്നു. അപ്പോൾ ദേ ഫൈൻഡ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി കോഴ്സ്. അവിടെ താൻസൺ ആകുന്നു. ദേ 2 പേരാണ്, അതിൽ കൂടുതലാണ്. താൻസൺ എന്ന് വെച്ചാൽ സിംഗുലർ ആണ്. അപ്പോൾ ദേ ഫൈൻഡിന് പകരം ഫൈൻസ് ആകുന്നു. താൻസൺ ഫൈൻസ് ആകുന്നു. അത് താൻസൺ ആൻഡ് ദ എംപറർ റീച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എംപറർ മാത്രമാകുമ്പോൾ എംപറർ സിംഗുലർ ആയതുകൊണ്ട് എംപറർ റീച്ചസ് എന്നാകുന്നു. അടുത്ത 9ാമതായിട്ട് റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി സോങ് ഓഫ് ദ സോങ്സ്. വെരി വെൽ ഉസ്താദി, സെഡ് അക്ബർ സ്മൈലിംഗ് ഇൻ ടു താൻസൺസ് ഹാഫ് സ്കെയർഡ് ഐസ്. ഇഫ് ഹി ഡസൻറ്റ് കം ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്. ഇഫ് ഹി ഡസൻറ്റ് കം ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ് ഈസ് എ കണ്ടീഷണൽ ക്ലോസ്. ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അതായത് ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്താണ്. അതായത് ഇഫ് ഹി ഡസൻറ്റ് കം, അയാൾ വന്നില്ലെങ്കിൽ ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നു. അതായത് ഒരു കാര്യം സംഭവിച്ചാലേ മറ്റൊരു കാര്യം സംഭവിക്കുള്ളൂ. അതാണ് കണ്ടീഷൻ സെന്റൻസ് എന്ന് പറയുന്നത്. റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ. അനിൽ ആൻഡ് ജോയ് ആർ ബോത്ത് ഫാൻസ് ഓഫ് മ്യൂസിക്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് എ മ്യൂസിക് കോമ്പറ്റീഷൻ വിച്ച് ദേ ആർ ഗോയിങ് ടു വാച്ച്. അപ്പം അനിലും ജോയും ഫ്രണ്ട്സ് ആണ്, അവർ മ്യൂസിക്കിൻ്റെ ഫാൻസ് ആണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ കാണാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. I think Shankar will win this competition. If he wins, he will get an opportunity to sing in films. If he sings in films, he will certainly become famous. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ് ശങ്കർ ജയിക്കും, ഈ കോമ്പറ്റീഷനിൽ ശങ്കർ ജയിക്കുമെന്നാണ് ആദ്യത്തെ ആൾ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടുന്നു. സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടിയാൽ അദ്ദേഹം ഉറപ്പായിട്ടും ഫേമസ് ആകുമെന്നാണ് ഫസ്റ്റ് ആൾ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ആൾ നോക്കിക്കോളൂ. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഹോപ്പ് അശ്വതി വിൽ be the winner. She will get an apartment if she wins the competition. She comes from a very poor family. അപ്പോൾ അടുത്തയാൾ പറയാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് അശ്വതി ജയിക്കുമെന്നാണ്. അശ്വതി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെന്ന് കിട്ടും, ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടും. അശ്വതി ഒരു വളരെ പുവർ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതിൽ ബി നോക്കാം. ഐഡൻറ്റിഫൈ ദ ഇഫ് ക്ലോസസ് ഇൻ ദ കോൺവെർസേഷൻ എബോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. എക്സാമിൻ ദം കെയർഫുള്ളി. ഇതിലെ ഇഫ് ക്ലോസുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
The clause നോക്കിക്കോളൂ. If he wins, he will get an opportunity to sing in films. If he sings in films, he will certainly become famous. She will get an apartment if she wins the competitions. അപ്പോൾ ഇതാണ് if ക്ലോസുകളായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. Arun and Joy are on the way to the stadium. They missed the bus. The next bus is only after an hour. Their friend റീത്ത താങ്ക്സ് ടു ദം. അതായത് അരുണും ജോയും ഇങ്ങോട്ട് പോവുകയാണ്, സ്റ്റേഡിയത്തിലോട്ട് പോവുകയാണ്. പക്ഷെ അവർ ബസ് മിസ് ചെയ്തു. 1 മണിക്കൂർ ശേഷം ഇനി ബസ് വരുള്ളൂ. അപ്പോൾ അവരുടെ ഫ്രണ്ട് റീത്തയോട് സംസാരിക്കുകയാണ്. ഇഫ് ഐ വെയർ യു ഐ വുഡൻ വെയിറ്റ് ഫോർ ദ ബസ്, ഐ വുഡ് വാക്ക്. അപ്പോൾ റീത്ത പറയാണ്, ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഞാൻ നടന്നിക്കും. വി ഡോണ്ട് ഹാവ് ടൈം. ഇഫ് യു വാക്ക് ഇറ്റ് വുഡ് ടേക്ക് അസ് ആൻ അവർ ടു റീച്ച് ദെയർ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇഫ് വി ഡോണ്ട് ഹാവ് ടൈം. ഒരാൾ പറയുകയാണ് നമുക്ക് സമയമില്ല, നമ്മളിപ്പോൾ നടന്നു തുടങ്ങിയാൽ 1 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തുമെന്ന് പറയുന്നു. അപ്പോൾ സൈഡ് ലാംഗ്വേജിനോട് നോക്കിക്കോളൂ. ടു എക്സ്പ്രസ് എ പോസിബിൾ ഫ്യൂച്ചർ ആക്ഷൻ ഓർ സിറ്റുവേഷൻ ദ സിമ്പിൾ പ്രസൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലൈഫ് ക്ലോസ് ആൻഡ് വിൽ ഓർ വോൺ ഓർ എനി അപ്രോപ്രിയേറ്റ് മോഡൽ ആക്സിലറീസ് ഈസ് യൂസ്ഡ് ഇൻ ദ മെയിൻ ക്ലോസ്. അപ്പോൾ പോസിബിൾ സിറ്റുവേഷനെ അല്ലെങ്കിൽ ആക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു ഈ ക്ലോസിലൂടെ. ആൻഡ് വിൽ ഓർ വോൺ ഓർ എനി അപ്രോപ്രിയേറ്റ് മോഡൽ ആക്സിലറി ഈസ് യൂസ്ഡ് ഇൻ ദ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിലൂടെ വില്ലോ വോണ്ടോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡൽ ആക്സിലറീസും യൂസ് ചെയ്യുന്നു. ഇഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിംഗ് ഇൻ ദ ഫിലിം. കണ്ടോളൂ, അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സിനിമയിൽ പാടാനൊരു ചാൻസ് കിട്ടുന്നു. ഓക്കെ, വി ക്യാൻ റീപ്ലേസ് ദ ഇഫ് ക്ലോസ് അറ്റ് ദ ബിഗിനിങ് ഓർ അറ്റ് ദ എൻഡ് ഓഫ് സച്ച് കണ്ടീഷൻ ക്ലോസസ്. ഇതേപോലത്തെ കണ്ടീഷൻ ക്ലോസസിൽ തുടക്കത്തിലും അവസാനത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇഫ് ക്ലോസുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. Let's choose 2 conditional sentences and compare them with the first type of conditional that you have already learned. നമ്മൾ ആദ്യം കുറച്ച് കണ്ടീഷണൽ സെൻറ്റൻസ് വാങ്ങിച്ച് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചില്ലേ കണ്ടീഷണൽ സെൻറ്റൻസുകൾ, അതൊരു കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് നോക്കിക്കോളൂ, റിയൽ കണ്ടീഷൻ. സെക്കൻഡ് ടൈപ്പ് ഇമാജിനറി കണ്ടീഷനാണ്. ഇഫ് യു വാക്ക് ഇറ്റ് വിൽ ടേക്ക് അസ് ആൻ അവർ ടു റീച്ച് ദെയർ. അപ്പോൾ റിയൽ കണ്ടീഷനാണ്, നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മളോട് എത്തുന്നു. അപ്പോൾ ഇമാജിനറി കണ്ടീഷൻ നോക്കിക്കോളൂ. ഇഫ് യു വാക്ക്ഡ് ഇറ്റ് വുഡ് ടേക്ക് അസ് ആൻ അവർ ടു റീച്ച് ദെയർ. നമ്മൾ നടന്നിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നു. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. Complete the answers using the word or words in capitals. One has done for you. അപ്പോൾ അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് നോക്കിക്കോളൂ. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വാട്ടറിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ നോക്കിക്കോളൂ. ഇഫ് വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് വിൽ ബോയിൽ. വാട്ടറിന് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നത്? ബോയിലാകുന്നത്, ചൂടാകുന്നു. രണ്ടാമത് നോക്കിക്കോളൂ. വാട്ട് ഡസ് വാട്ടർ ടേൺ ഇൻ ടു വെൻ ബോയിൽ ഇറ്റ്. അതായത് ബോയിൽ ചെയ്യുന്ന വാട്ടർ എന്താകുന്നു? ബോയിൽ ചെയ്യുമ്പോൾ വാട്ടർ എന്താകുന്നു? സ്റ്റീം ആകുന്നു. ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇഫ് വി ബോയിൽ ദ വാട്ടർ ഇറ്റ് വിൽ ടേൺ ഇൻ ടു സ്റ്റീം. അടുത്ത് നോക്കിക്കോളൂ. സി നോക്കിക്കോളൂ. വാട്ട് ഹാപ്പൻ വെൻ വി കൂൾ ദ സ്റ്റീം. അപ്പം നമ്മൾ സ്റ്റീമിനെ കൂൾ ചെയ്യുമ്പോൾ എന്താകുന്നു? നീരാവിയെ തണുപ്പിക്കുമ്പോൾ എന്താകുന്നു? അത് ടേൺ ബാക്ക് ആണെന്ന് വെച്ചാൽ തിരിഞ്ഞു വരുന്നു. ഓക്കെ, ഇഫ് വി കൂൾ ദ സ്റ്റീം ഇറ്റ് വിൽ ടേൺ ബാക്ക് ഇൻ ടു വാട്ടർ. നീരാവിയെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്താകുന്നു? വാട്ടറിലാകുന്നു, തിരിഞ്ഞു വരുന്നു. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ. ഒരു പീസ് ഓഫ് മെറ്റലിനെ, ഒരു ഇരുമ്പ് കഷ്ണത്തെ നമ്മൾ ചൂടാക്കി എന്ത് സംഭവിക്കുന്നു? ആൻസർ എക്സ്പാൻഡ് ആണ്. ഇരുമ്പ് കഷ്ണത്തെ ചൂടാക്കി എക്സ്പാൻഡ് ആകുന്നു. ഇഫ് വി ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ ഇറ്റ് വിൽ എക്സ്പാൻഡ്. വാട്ട് ഹാപ്പൻസ് വെൻ വി കൂൾ എ പീസ് ഓഫ് മെറ്റൽ? കോൺട്രാക്ട്. ഒരു പീസ് ഓഫ് മെറ്റലിനെ കൂൾ ചെയ്താൽ തണുപ്പിച്ച് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ആകുന്നു. ഇഫ് വി കൂൾ എ പീസ് ഓഫ് മെറ്റൽ ഇറ്റ് വിൽ കോൺട്രാക്ട്. വാട്ട് ഹാപ്പൻസ് വെൻ വി ഫ്രീസ് water? Expand. If we freeze water it will expand. അടുത്ത നോക്കിക്കോളൂ. Read the following sentence from the story The Song of Songs. Both Akbar and Tansen listen to him as if they were hypnotized. Okay, read the sentences below and answer the questions that follow. അപ്പോൾ as if പറ്റുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The teacher asked Rahul a question. Rahul got up from his place as he looked as if he knew the answer but he did not say a word. ടീച്ചർ രാഹുലിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. രാഹുൽ തൻ്റെ പ്ലേസിൽ നിന്ന് എഴുതി ഇരുന്നു. അപ്പം അവനെ കാണുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? അവന് ആൻസർ അറിയാമായിരുന്നു എന്നാണ് തോന്നിയത്, പക്ഷെ അവന് ആൻസർ അറിയില്ലായിരുന്നു. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ഡിഡ് രാഹുൽ നോ ദ ആൻസർ. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം രാഹുൽ ഡിഡ് നോട്ട് ന്യൂ ദ ആൻസർ. രാഹുലിന് ആൻസർ അറിയില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Arun woke up at 10 in the morning. He slowly put on his dress to go out for a walk. He looked as if he hadn't slept for days. അപ്പോൾ രാവിലെ അരുൺ 10 മണിക്ക് കഴിച്ച് അദ്ദേഹം ഡ്രസ്സ് ഇട്ടു. അത് കഴിഞ്ഞ് അവനെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരുപാട് ദിവസം ഉറക്കം കിട്ടിയിട്ടില്ലാത്ത രീതിയിലായിരുന്നു. അപ്പം ഡിഡ് അരുൺ ഹാവ് എ ഗുഡ് സ്ലീപ്പ്? അരുൺ ഹാഡ് എ ഗുഡ് സ്ലീപ്പ്. അരുൺ നല്ലൊരു സ്ലീപ്പ് കിട്ടി. അത് നിങ്ങളോ. ജോൺ ട്രീറ്റ്സ് മേരി ആസ് ഇഫ് ഷീ വെയർ ഹിസ് സർവൻ. ജോൺ മേരിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സർവന്റിനെ പോലെയാണ്. ഈസ് മേരി ജോൺ സർവൻ? ജോണിൻ്റെ സർവൻ്റ് ആണോ മേരി? മേരി ഈസ് നോട്ട് ജോൺ സർവൻ. ജോണിൻ്റെ സർവൻ്റ് അല്ല
മേരി. അപ്പോൾ അടുത്ത് നോക്കിക്കോളൂ. അനിൽ ബിഹേവ്സ് ആസ് ഹി ഓൺ ദ ഹൗസ്. അനിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അനിലിൻ്റെ ആ വീട് സ്വന്തമായിട്ടുള്ളത് പോലെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് അനിൽ ദ ഓണർ ഓഫ് ദ ഹൗസ്? അനിൽ വീടിൻ്റെ ഓണറാണോ? അനിൽ ഈസ് നോട്ട് ദ ഓണർ ഓഫ് ദ ഹൗസ്. അനിലല്ല വീടിൻ്റെ ഓണർ. അടുത്ത ആയിട്ട് നോക്കിക്കോളൂ. സ്റ്റഡി ദ ഫോളോയിങ് സെൻറ്റൻസസ്. He looked as if he knew the answer. He looked as if he had slept for days. John treats Mary as if she were his servant. Anil behaves as if he owned the house. നമ്മൾ നേരത്തെ വായിച്ചതാണ്. We use the past tense after as if to indicate improbability or doubt. അപ്പം അസിഫിന് ശേഷം പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഡൗട്ടുകളോ ഇംപ്രോബിലിറ്റിയോ പറയുന്നത്. അപ്പോൾ നമ്മൾ he looked as if he knew the answer. അസിഫിന് ശേഷം നമ്മൾ ന്യൂ ആണ് പാസ്റ്റ് ടെൻസ്. അപ്പം ഒരു ഡൗട്ടിനെയാണ് പറയുന്നത്. അവന് ആൻസർ അറിയാമെന്ന രീതിയിലായിരുന്നു, അതൊരു ഡൗട്ടാണ്. ഓക്കെ. ബോത്ത് അസിഫ് ആൻഡ് അസ്ദോ മീൻസ് ദ സെയിം. അസിഫും അസ്ദോയും രണ്ടും ഒരേ ആൻസർ ആണ്, ഒരേ മീനിങ് ആണ്. Clauses that start with asif and asdo describe an unreal or improbable situations if they are followed by a past tense. അപ്പം അസിഫ് അല്ലെങ്കിൽ അസ്തോ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസുകൾ ഇപ്പം ഏതിനു ശേഷം ഇഫ് ദേ ആർ ഫോളോഡ് ബൈ പാസ്റ്റ് ടെൻസ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ഈ ക്ലോസിന് ശേഷം പാസ്റ്റ് ടെൻസ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ അവ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു അൺറിയൽ അല്ലെങ്കിൽ ഇംപ്രോബബിൾ സിറ്റുവേഷൻ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അസിഫ് ഓർ അസ്തോ ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ഹൗ എ സിറ്റുവേഷൻ സീംസ് ടു ബി. ആസിഫ് അല്ലെങ്കിൽ അസ്തോ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് ആസിഫ് അല്ലെങ്കിൽ അസ്തോയിൽ പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ഷീ ലുക്ക് ആസിഫ് ഷീ ന്യൂ ദി ആൻസർ. അവൾക്ക് ആൻസർ അറിയാമെന്ന രീതിയിലാണ് അവളെ കണ്ടിരുന്നത്, അവളെ പെരുമാറ്റം എന്ന് പറയാം. അടുത്ത് നോക്കിക്കോളൂ. ഹീ ഈസ് റിച്ച് ബട്ട് ഹീ വാക്ക്ഡ് ഡാഷ്. പുവറാണ് ബ്രാക്കറ്റിലുള്ളത്. ഹീ ഈസ് റിച്ച് ബട്ട് ഹീ വാക്ക്ഡ് ആസ് ഇഫ് ഹീ വയർ പുവർ. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ് ഹീ വയർ പുവർ. രാജു ട്രീറ്റ്സ് റോയ് ഡാഷ് സെർവൻ. രാജു റോയെ ട്രീറ്റ് ചെയ്യുന്ന സെർവൻ്റ് പോലെയാണ്. അപ്പോൾ രാജു ബീറ്റ്സ് എല്ലാം ട്രീറ്റ്സ് ആണ് വരുന്നത്. ട്രീറ്റ്സ് റോയ് ആസ് ഹിഫ് ഹി വെയർ ഹിസ് സെർവൻ. വി ലാഫ് ഡാഷ് ജോക്ക്. അപ്പം നമ്മൾ തമാശ കേട്ടിരിക്കുന്നു. വി ലാഫ് ആസ് ഇഫ് ഷീ ക്രാക്ട് എ ജോക്ക്. അവൾ ജോക്ക് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചിരിച്ചത്. ഹി ലേ ഓൺ ദ ഫ്ലോർ ഡാഷ് ഡെഡ്. അവൻ തറയിൽ കിടന്നത് എങ്ങനെയാണ്? മരിച്ച പോലെയാണ്. ഹി ലേ ഓൺ ദ ഫ്ലോർ ആസ് ഇഫ് ഹി വെയർ ഡെഡ്. അപ്പോൾ അടുത്തത് ലിസണിങ് ടാസ്ക് ആണ്. ഇത് വേറെ ഒന്നുമില്ല, എളുപ്പമാണ്. ലിസൺ ടു ദ സോങ്സ്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദ ബോക്സ് ബിലോ ആൻഡ് ഫിൽ ദ ഗ്യാപ്സ്. അപ്പം ഈ സോങ് വായിച്ചു നോക്കുക. സോങ് വായിച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ എന്ത് വന്നിട്ടുണ്ട്? കുറച്ച് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ബ്രാക്കറ്റിൽ ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം, നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ. ലൂസി ഇൻ ദ സ്കൈ വിത്ത് ഡയമണ്ട്സ് ബൈ ബീറ്റേഴ്സ്. പിക്ചർ യുവർ സെൽഫ് ഇൻ എ ബോട്ട് on a river with tangerine trees and murmurous skies. Somebody calls you, you answer quite slowly. A girl with kaleidoscope eyes, cellophane flowers of yellow and green towering over your head. Look for the girl with the sun in her eyes and she is gone. Lucy in with the sky. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് എളുപ്പമാകും. അടുത്തായിട്ട് നോക്കിക്കോളൂ. റീഡ് ദ പാസേജ് കെയർഫുള്ളി. ദർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ഇറ്റ് വിച്ച് ആർ അണ്ടർലൈൻ. എഡിറ്റ് ആൻഡ് റീറൈറ്റ് ഇറ്റ്. ഇതെന്ത് ചെയ്യുക? ടെൻസുമായിട്ട് അല്ലെങ്കിൽ സിംഗുലർ പ്ലൂറലുമായിട്ട് ബന്ധപ്പെട്ടാണ്. കല്യാണി ഡിസൈഡ് അല്ല, അവിടെ ഡിസൈഡ്സ് ആണ് വരുന്നത്. കല്യാണി സിംഗുലർ ആണ്. ടു ടേക്ക് പാർട്ട് ഇൻ എ പായസം മേക്കിംഗ് കോൺടെസ്റ്റ്. ഹർ ഡോഗ്സ് ആൾസോ ഗോസ് അല്ല, അവിടെ ഗോ ആണ് വരുന്നത്. ഡോഗ്സ് അതിന് പകരം എന്താണ്? ഗോ ആണ് വരുന്നത്. ഇഫ് ഐ വോൺ, അവിടെ വോൺ അല്ല, വിൻ ആണ് വരുന്നത്. ദ ഫസ്റ്റ് പ്രൈസ് ഐ വിൽ ഗിവ് ദം എ ഗുഡ് ഗിഫ്റ്റ്. ഷീ തിങ്സ് മെനി വിമൺസ് എന്ന് ഒരിക്കലും പറയില്ല. വുമൻ്റെ പ്ലൂറലാണ് വിമൺ. ഓക്കെ, വിമൺസ് അല്ല, വിമൺ ആണ്. അപ്പോൾ മാനിൻ്റെ പ്ലൂറലാണ് മെൻ. ഹാവ് അസംബിൾഡ് ദെയർ. ദ പായസം മേക്കിംഗ് കോൺടെസ്റ്റ് ബിഗിൻ ആണ്, പക്ഷേ ഇവിടെ ബിഗിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബിഗിൻസ് ആണ് വരുന്നത്. ആൻഡ് എവരിബഡി ഈഗർലി പാർട്ടിസിപ്പേറ്റ്സ്. ഫൈനലി ദ ജഡ്ജസ് അനൗൺസസ്. അവിടെ അനൗൺസസ് അല്ല, അനൗൺസ് ആണ് വരുന്നത്. ജഡ്ജസ് ആയതുകൊണ്ട് അനൗൺസ്. ദ റിസൾട്ട്സ്. കല്യാണി വിൻ അല്ല അവിടെ വരുന്നത്, വിൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് പ്രൈസ്. വിത്ത് ദ മണി ഷീ ബൈസ് സം ബിസ്ക്കറ്റ്സ് ആൻഡ് റിട്ടേൺ ഹോം. റിട്ടേൺ അല്ല, അവിടെ റിട്ടേൺസ് ആണ് വരുന്നത്. ഈ ആക്ടിവിറ്റി നോക്കിക്കോളൂ. സം വേർഡ്സ് വിത്ത് ദിയർ ലെറ്റേഴ്സ് സ്ക്രാമ്പിൾഡ് ആർ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത് തലതിരിഞ്ഞ് കിടക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. യു ഹാവ് ടു അൺസ്ക്രാമ്പിൾ ദം ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. എന്ത് ചെയ്യുക? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് സ്പെല്ലിംഗ് മാറ്റി തന്നത്. നമ്മളത് കൃത്യമായിട്ട് എഴുതുക. ഇവിടെ എന്ത് ചെയ്യുക? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊണ്ട് ചെയ്യുക. മെനി ഡാഷ് മേക്ക് എ ലൈറ്റ് ഡാഷ്. അപ്പോൾ മെനി ഹാൻഡ്സ് മേക്ക് എ ലൈറ്റ് വർക്ക്. ഓക്കെ, അത് നോക്കിക്കോളൂ. ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ. Don't count your chickens before they are hatched. Honesty is the best policy
ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായി കണ്ടിട്ട് ബുക്കിലോട്ട് പകർത്തുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക,